ഹായ് കൂട്ടുകാരെ, നമ്മൾ കാണുന്ന പ്രപഞ്ചം വളരെ വലുതാണ്, അല്ലേ? അത് വളരുകയാണ്, ഇന്നും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിവുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം. പ്രകാശത്തിന് നമ്മളിലേക്ക് എത്താൻ കഴിയുന്ന ദൂരം വരെ അത്രത്തോളം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ അപ്പുറം എന്താണ് നമുക്ക് ഇപ്പോഴും അറിയില്ല. മുഴുവൻ പ്രപഞ്ചം എത്ര വലുതാണ്, അത് എവിടെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അവസാനമില്ലാതെ തന്നെ തുടരുന്നുവോ, ഇന്നും ശാസ്ത്രത്തിന് ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. ഈ വലിയ കഥയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു ഒരു ചെറു ലോകം, കണ്ണോട് കാണാനാവാത്ത ലോകം, പക്ഷേ എല്ലാം നിയന്ത്രിക്കുന്ന ലോകം. അത് ക്വാണ്ടം ലോകം. മാക്സ് പ്ലാങ്ക് ഒരു വലിയ സത്യം വെളിപ്പെടുത്തി. ഊർജം തുടർച്ചയായി ഒഴുകുന്നില്ല, ചെറു പാക്കറ്റുകളായി ആണ് അത് ഒഴുകുന്നത്. ഈ പാക്കറ്റുകളെ ക്വാണ്ടം എന്ന് വിളിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ആശയം കൂടുതൽ വ്യക്തമാക്കി. അദ്ദേഹം കണ്ടുപിടിച്ചു, പ്രകാശം തരംഗം മാത്രമല്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രകാശം കണം പോലെയും പെരുമാറുന്നു എന്ന്. ആ കണത്തിന്റെ പേര് ഫോട്ടോൺ. നീൽസ് ബോർ ഇലക്ട്രോണിനെ കുറിച്ചൊരു വലിയ സത്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇലക്ട്രോണിന്റെ സ്ഥാനം എന്നത് ഒരു ഉറപ്പുള്ള സ്ഥാനമല്ല. ഇലക്ട്രോണിന്റെ സ്ഥാനം കൃത്യമായി പറയാൻ കഴിയില്ല, സാധ്യതകൾ മാത്രമാണ് പറയാനാകുന്നത്. ഇലക്ട്രോൺ ഒരിടത്ത് മാത്രം സ്ഥിരമായി നിൽക്കുന്നില്ല. നമ്മൾ നോക്കാതെ ഇരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം പല സ്ഥലങ്ങളിലായിരിക്കാം. വേർണർ ഹൈസൻബെർഗ് മറ്റൊരു വലിയ സത്യം വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു കണത്തിന്റെ സ്ഥാനവും അതിന്റെ വേഗവും ഒന്നിച്ച് കൃത്യമായി അറിയാൻ കഴിയില്ല എന്ന്. ഒന്നിനെ കൃത്യമായി അളന്നാൽ മറ്റേതിനെ അതേ കൃത്യതയിൽ അളക്കുവാൻ കഴിയില്ല. ഇതാണ് അനിശ്ചിതത്വം. ഇപ്പോൾ ക്വാണ്ടം ലോകത്തിന്റെ ഏറ്റവും വിചിത്രമായ ഭാഗം, നമ്മൾ അളക്കാത്തപ്പോൾ കണം തരംഗം പോലെ പെരുമാറുന്നു, പടർന്ന് വ്യാപിച്ച് പല സാധ്യതകളിൽ. പക്ഷേ നമ്മൾ അളക്കുമ്പോൾ കണം പെട്ടെന്ന് ഒരു സ്ഥാനത്ത് ചുരുങ്ങും, തരംഗം ഒറ്റ കണമായി മാറും. ഈ മാറ്റം വിചിത്രമെന്ന് തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ തെളിവോടെ തെളിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ മഹാവിസ്ഫോടനത്തിന്റെ ആദ്യ നിമിഷങ്ങളിലേക്ക് നോക്കാം. അത് അത്യച്ഛമായ ചൂടും സാന്ദ്രതയും നിറഞ്ഞ അവസ്ഥയായിരുന്നു. ആ സമയത്ത് ക്വാണ്ടം തലത്തിലുള്ള ചെറു വ്യതിയാനങ്ങൾ ഉണ്ടായി. ഒരിടത്ത് സാന്ദ്രത അല്പം കൂടുതലായിരുന്നു, മറ്റൊരു ഇടത്ത് അല്പം കുറവായിരുന്നു. ഈ ചെറിയ വ്യത്യാസങ്ങൾ ആദ്യത്തിൽ അപ്രധാനമായതായി തോന്നിയിരുന്നു. പക്ഷേ പ്രപഞ്ചം വളരാൻ തുടങ്ങിയപ്പോൾ ആ ചെറിയ വ്യത്യാസങ്ങൾ വലുതായി വളർന്നു. സാന്ദ്രത കൂടുതലുള്ള ഭാഗങ്ങൾ കൂടുതൽ വസ്തുവിനെ ആകർഷിച്ചു. വസ്തു അവിടേക്ക് കൂടി കൂടി ചേർന്നു. ഇങ്ങനെ അന്നത്തെ ചെറിയ വ്യതിയാനങ്ങൾ പിന്നീട് വലിയ ഘടനകൾ രൂപപ്പെടാൻ വിത്തുകളായി പ്രവർത്തിച്ചു. ഇന്ന് കാണുന്ന നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗാലക്സി കൂട്ടങ്ങൾ എല്ലാം ആ ചെറിയ തുടക്കത്തിൽ നിന്നാണ് വളർന്നത്. മഹാവിസ്ഫോടനത്തിന്റെ ഒരു അടയാളം ഇന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലമാണ്. ഒരു സൂക്ഷ്മമായ മൈക്രോവേവ് വികിരണം എല്ലായിടത്തും തുല്യമായി പടർന്നിരിക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ വളരെ ചെറിയ ശതമാനം മാത്രമാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ വലിയ സ്വാധീന ശക്തിയായി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്ത വസ്തുവാണ്. അതാണ് ഡാർക്ക് മാറ്റർ. ഈ ഡാർക്ക് മാറ്റർ തന്നെ രഹസ്യമാകുമ്പോൾ അതിലും അതിശയകരമായ ഒന്നുണ്ട്. നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഊർജം, അത് ഡാർക്ക് എനർജി. ഈ ഡാർക്ക് എനർജിയാണ് പ്രപഞ്ചം കൂടുതൽ വേഗം വ്യാപിക്കുന്നതിന് കാരണം എന്ന് നിരീക്ഷണങ്ങൾ പറയുന്നു. ഇവ എല്ലാം ചേർന്ന് പ്രപഞ്ചം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. ശാസ്ത്രജ്ഞർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഗുരുത്വബലവും ക്വാണ്ടം നിയമങ്ങളും ഒന്നായി കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം. ഇതാണ് ക്വാണ്ടം ഗ്രാവിറ്റി. അതിന്റെ മോഡലുകളുണ്ട്. ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു, പക്ഷേ ഉറപ്പുള്ള ഉത്തരങ്ങൾ ഇപ്പോഴും ഇല്ല. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വലിപ്പം എത്രയാണ്, ഇന്നും അത് ഉത്തരം കിട്ടാത്ത ഒരു രഹസ്യമായി തന്നെ നിൽക്കുന്നു. എങ്കിലും ക്വാണ്ടം നിയമങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നു. ലേസർ, ട്രാൻസിസ്റ്റർ, MRI, ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ആശയം, ഇവ എല്ലാം ക്വാണ്ടം ഫിസിക്സിന്റെ കണ്ടെത്തലുകളുടെ ഫലമാണ്. ഇവ എല്ലാം വെച്ച് പ്രപഞ്ചം നമ്മളോട് പറയുന്നത് കാര്യം ഇതാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. നിങ്ങൾ അന്വേഷിച്ചാൽ എന്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ കൂട്ടുകാരെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ.